കണ്ടില്ല ഞങ്ങൾ ഇരുട്ട് പ്രകാശിച്ചു. ഒരു ഇരുട്ടത്ത് വന്ന് നിന്നു, പെട്ടെന്ന് ലൈറ്റുകൾ വന്നു. എന്താ സംഭവം അറിയാം, നമ്മുടെ കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അന്ന് ഓരോ ലൈറ്റായിട്ട് നിറയില്ല എന്നുള്ള പരാതി കളിക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മുടെ വാർഡ് മെമ്പർ നുഹ്മാണ്ട് ഇവിടെ ഫണ്ട് വെച്ച് ലൈറ്റ് വെച്ചു. അപ്പോൾ എങ്ങനെ എന്താ എന്നുള്ളത് നുഹ്മാൻ തന്നെ പറയട്ടെ, എത്ര ലൈറ്റ് വെച്ചു, ഫണ്ട് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഓപ്പൺ ജിമ്മിൻ്റെ സാധനങ്ങൾ വന്നപ്പോഴൊക്കെ ഞാനത് നിങ്ങളോട് വിവരം പങ്കുവെച്ചിരുന്നു. എന്തായാലും എന്താ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വാർഡ് മെമ്പർ നുഹ്മാൻ പറയട്ടെ. നമ്മുടെ കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിലെ നമ്മൾ വീണ്ടും 19 ലൈറ്റ് കൂടെ, ആദ്യം 6 ഉണ്ടായിരുന്നത്, ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ 19 കൂടെ വെച്ചു. അത് നിങ്ങൾക്കറിയാം, നമുക്ക് കഴിഞ്ഞതൊക്കെ നമ്മൾ നമ്മുടെ കേരളോത്സവം ഫുട്ബോളൊക്കെ നമ്മൾ ബ്ലോക്കിൻ്റെതും നമ്മൾ നടത്തി, പഞ്ചായത്തിൻ്റെ ഇവിടെ നടത്തി. അത് നമുക്ക് എക്സ്ട്രാ കുറച്ച് ലൈറ്റ് കൂടി കയറ്റേണ്ടിയിരുന്നു. പക്ഷേ ഇനി നമുക്കതിൻ്റെ ആവശ്യമില്ല. ഒരു ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആവശ്യമായിട്ടുള്ള ലൈറ്റ് നമ്മുടെ സ്റ്റേഡിയത്തിലായി. പുതിയ പദ്ധതിയിൽ നമ്മൾ 2 ലക്ഷം രൂപ കൂടെ വെച്ചുകൊണ്ടാണ് ഈ ലൈറ്റുകൾ 19 പൂർത്തീകരിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണത്തത്തെ ആളുകൾക്ക് മാത്രമല്ല, അപ്പോൾ അവിടെ കണ്ടോ, അത് കേരളയിലുള്ള കുട്ടികളാണ്. അതേപോലെ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ രാവിലെ മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകളടക്കം നിത്യരോഗികളായിട്ടുള്ള നടക്കണം എന്ന് ഡോക്ടർമാരടക്കം നിർദ്ദേശിക്കുന്ന നമ്മുടെ സഹോദരിമാർ രാവിലെ ഇവിടെ 10-20ഓളം ആളുകൾ അവരുമുണ്ട്. അതേപോലെ അതിനുശേഷം മോർണിംഗ് വാക്കേഴ്സിൻ്റെ ടീം 10-70 ആളുകൾ അവരുമുണ്ട്. അങ്ങനെ ഗ്രൗണ്ട് എപ്പോഴും സജീവമാണ്. അപ്പോൾ അല്ല, ഇതിൽ ആദ്യത്തെ ലൈറ്റ് വെച്ചിരുന്നു, ആദ്യം നമുക്ക് ആകെ 6 അതെത്ര കൊണ്ട് 200 വാൾട്ട് വെച്ചിട്ട് 6 അത് നമ്മൾ 6 ലക്ഷം അതിന്റെ പോസ്റ്റ് അടക്കം വന്നിട്ട് കേബിളൊക്കെ അടി കൂടിയിട്ട് ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. ഇപ്പൊ 2 ലക്ഷം രൂപ വെച്ചിട്ടുള്ളൂ ലൈറ്റുകൾക്ക് മാത്രം. 19 ലൈറ്റുകൾ നമ്മൾ വീണ്ടും സ്ഥാപിച്ചു. എന്തായാലും നാറുണ്ടല്ലോ. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കളിക്കാനുള്ള ഇതായി. അതോടൊപ്പം നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ സമീപവാസികൾക്കൊക്കെ ആ സമയത്തൊക്കെ കളി നടക്കുന്നുണ്ട്. പല 12, 1 മണി 2 മണി വരെയൊക്കെ ഇവിടെ മത്സരം പോകുന്നത് സമീപവാസികൾക്കും വലിയ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടൈമറാക്കി. ഇനി 11 മണിക്ക് ലൈറ്റ് ഓഫ് ആവും. അതുവരെ കളിക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ ബാക്കിയുള്ള ആളുകൾക്ക് ഉറങ്ങാനും ഇതിനൊക്കെ ബുദ്ധിമുട്ട്, പരാതി പറയണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ മറവിൽ നമ്മളിപ്പോൾ ഇന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം പ്രഖ്യാപിച്ച ലഹരിയുടെ ആ രീതിയിലൊക്കെ കടന്നു വരുമോ എന്നുള്ളൊരു ആശങ്കൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ 11 മണി ആക്കി ഗ്രൗണ്ട്. പിന്നെ നമ്മൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഈ ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം ഉണ്ടോ? ഇങ്ങനെ ഓപ്പൺ ജിമ്മും നമ്മുടെ ഈ ഫ്ലഡ് ലൈറ്റിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം നമ്മുടെ സ്പോർട്സ് കിറ്റുകൾ, നമ്മുടെ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റിൻ്റെ ഒരു ഉദ്ഘാടനം ഈ അടുത്ത് നമ്മളിപ്പോൾ പെരുന്നാളിന് ശേഷം ഒരു ഡേറ്റ് തീരുമാനിച്ച് എന്തെങ്കിലും ഒരു സൗഹൃദ ഫുട്ബോളൊക്കെ വെച്ചിട്ട് നമ്മൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും ഒരു 2 ആഴ്ചക്കകം ഉള്ളിൽ അതുണ്ടാവും. അതിന് നമ്മൾ 4 ലക്ഷം രൂപയാണ് അതിന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 360ഓളം രൂപയാണ് അതിന് ചിലവ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു താഴെഞ്ഞൊരു ഇതും കൂടി കെട്ടാൻ ഇന്റർലോക്കോ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഒരു ബാരിക്കേഡ് പോലെ ഒരു ഇതുകൊണ്ട് ഒരു ഗേറ്റ് പോലെ ഉണ്ടാക്കി സ്റ്റീൽ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് വണ്ടികളോ കാര്യങ്ങളോ അതിൻ്റെ ഉള്ളിലേക്ക് തട്ടാതെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും കൂടി അധികം വൈകാതെ അതുകൊണ്ട് ചെയ്തതിന് ശേഷം നമ്മളത് നാട്ടുകാർക്കായി സമർപ്പിക്കും. നമ്മുടെ കരുവാരകുണ്ട് ആത്ത ആളുകൾക്ക് എല്ലാവർക്കും കളിക്കാൻ സൗകര്യത്തിൽ ഏതായാലും രാത്രി കാലങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല നിറണ്ട് ലൈറ്റ് ആണെങ്കിൽ നല്ല നിറണ്ട് ലൈറ്റ് ഇപ്പോൾ കളിക്കാൻ. മറ്റൊന്ന് വെച്ചാൽ ചെറിയ ലൈറ്റ് ആയതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കളിക്കാൻ. അതോടൊപ്പം തന്നെ ഓപ്പൺ ജിമ്മിൻ്റെയും വന്നപ്പോൾ വരട്ടെ, നമ്മുടെ കരുവാരകുണ്ടത്തെ യുവാക്കൾക്കൊക്കെ ഈ കളിയോടുള്ള ലഹരി മൂക്കട്ടെ, കളി ലഹരിയായി മാറട്ടെ. എന്തായാലും വിവരം ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ ഇവിടെ കുറച്ച് കളിക്കാരുണ്ട്. കണ്ടിട്ട് നമ്മളെ പരിചയമുള്ള ആളുകളെ തോന്നുന്നു. എന്താ കളിക്കാൻ വന്നാണല്ലേ നിങ്ങൾ? കേരള? എന്താ പിന്നെ ഇപ്പോഴത്തെ ഗ്രൗണ്ടിന് ലൈറ്റിനെ കുറിച്ച് എന്താ പറയാ? നല്ലൊരു സൗകര്യമായി. നമുക്ക് മറ്റേ ടർഫൊക്കെ എടുക്കാം പൈസ കൊടുത്താണ്ട്. ആവശ്യമില്ല. പഞ്ചായത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് സജ്ജീകരണം തന്നുകൊണ്ട് നമുക്ക് ഡെയിലി വന്നൊരു ജസ്റ്റ് കളിക്കാനോ എല്ലാവർക്കും ചെക്കന്മാർക്കൊക്കെ നല്ലൊരു സൗകര്യമായത്. ഡെയിലി വരണ്ടല്ലേ? നല്ല സൗകര്യമായി. ഇപ്പൊ 3 ലൈറ്റ് കൂടി എക്സ്ട്രാ വെച്ചതുകൊണ്ട് എല്ലാത്തിനും ഒന്നുകൂടി കൂടിയല്ലേ കളിക്കാൻ നല്ല ക്രിക്കറ്റും കളിക്കുകയാണെങ്കിൽ. ഞാൻ ലൈറ്റ് ഓൺ ആക്കിയപ്പോഴാണ് നിങ്ങളെ കണ്ടത്. ആയിക്കോട്ടെ. ഓക്കെ.